നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേറ്റ നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഏവർക്കും STVയുടെ തിരുവോണാശംസകൾ. കേരളത്തെ ചവിട്ടിത്താഴ്ത്താൻ വന്ന വാമനന്റെ രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് KPCC പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ്. കേരള സർക്കാരും MPമാരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ നടത്തിയ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം രാഷ്ട്രീയ പാപ്പരത്വവും ഒളിച്ചോട്ടവുമാണെന്നും സണ്ണി ജോസഫ്. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് BJPയിലെ ചിലർ വിരുദ്ധാഭിപ്രായം പറയുന്നത് ഖേദകരമെന്നും KPCC അധ്യക്ഷൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF MPമാരുടെ സത്യാഗ്രഹ സമരം പാലക്കാട്ട്. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്രയാണ് ഓണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നത് ഓണമാണെന്നും മന്ത്രി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മന്ത്രി KA തുളസി. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മികച്ച ഗുണമേന്മയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനായി എന്നും മന്ത്രി. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. തകർന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണനാളിൽ BJPയുടെ പ്രതിഷേധം. പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിലെ 4ഉം 5ഉം വാർഡുകൾ കൂടിച്ചേരുന്ന കിഴക്കേത്തറ മുതൽ മുളിക്കുളം വരെയുള്ള റോഡാണ് ഏറെക്കാലമായി തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായത്. കാൽനട പോലും ദുഷ്കരമായ റോഡിൽ കുഴികളിൽ അകപ്പെട്ട ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന നിത്യസംഭവമെന്ന് BJP. കോട്ടായി കാളിക്കാവിലെ റെയിൽവേ മേൽപ്പാലം പണിക്കായി റോഡ് അടച്ചിട്ടത് യാത്രാക്ലേശത്തിൽ വലഞ്ഞ് ജനം. സംഭരിച്ച നെല്ലിന്റെ വില 6 മാസമായിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരളശ്ശേരിയിൽ തിരുവോണനാളിൽ വീടുകളിൽ കയറി ഭിക്ഷയാചിച്ച കർഷകരുടെ വേറിട്ട പ്രതിഷേധം. ചേലക്കരയിൽ ചായക്കടയിലേക്ക് ലോറി ഇടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് പഴയന്നൂർ പാറക്കുളം കാഞ്ഞിരംകുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള ഷമീറും പാലക്കാട് മണ്ണാർക്കാട് പാലക്കായി മഠത്തിൽ പറമ്പിൽ 45 വയസ്സുള്ള ജോസഫും. ദേശമംഗലത്ത് വൈദ്യുത ആഘാതമേറ്റ് മരിച്ച അസാം ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേറ്റ് നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഏവർക്കും STVയുടെ ഓണാശംസകൾ. കേരളത്തെ ചവിട്ടിത്താഴ്ത്താൻ വന്ന വാമനന്റെ രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് KPCC പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ് പറഞ്ഞു. കേരള സർക്കാരും MPമാരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ നടത്തിയ പാലക്കാട് ഡിവിഷൻ റെയിൽവേ വിഭജനം രാഷ്ട്രീയ പാപ്പരത്വവും ഒളിച്ചോട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് BJPയിലെ ചിലർ വിരുദ്ധാഭിപ്രായം പറയുന്നത് ഖേദകരമാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF MPമാർ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF MPമാർ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. പ്രതിഷേധത്തെ ഭയന്നാണ് റെയിൽവേ ഡിവിഷൻ വിഭജനം പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാതിരുന്നത്. കേരള സർക്കാരിന്റെയും MPമാരെയും അറിയിക്കാതെ ഇരുട്ടിന്റെ മറവിൽ നടത്തിയ വിഭജനം രാഷ്ട്രീയ പാപ്പരത്വവും ഒളിച്ചോട്ടവുമാണ്. കേന്ദ്ര നിലപാടിനെ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിലെ കേന്ദ്രമന്ത്രിയും BJP നേതാക്കളും കേരളത്തിന്റെ വികസനത്തെ തടയുന്ന നിലപാടിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് അടിമത്വം കൊണ്ടാണ്. ഏകപക്ഷീയമായ വിഭജനത്തിലൂടെ ഫെഡറൽ തത്വലംഘനവും കേരളത്തോട് കാണിച്ച കടുത്ത അനീതിയുമാണ് നടന്നത്. മംഗലാപുരത്തെ മൈസൂർ ഡിവിഷനിൽ യോജിപ്പിക്കുന്നതുകൊണ്ട് റെയിൽവേക്ക് നേട്ടമുണ്ടാകില്ല. എന്നാൽ കേരളത്തിന് തിരിച്ചടിയാണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആഴ്ചയിലാകെ 10 സർവീസുകൾ മാത്രമാണുള്ളത്. അതേസമയം കേരളത്തിൽ നിന്ന് ആളുകളും ചരക്കു വാഹനങ്ങളുമായി നിരവധി സർവീസുകളാണ് ഉള്ളത്. മംഗലാപുരം വേർപെടുത്താനുള്ള തീരുമാനം കേരളത്തെ തകർക്കുന്നതാണ്. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് BJPയിലെ ചിലർ വിരുദ്ധ അഭിപ്രായം പറയുന്നത് ഖേദകരമാണ്. തലശ്ശേരിയിൽ നിന്നുള്ള BJP നേതാവ് PK കൃഷ്ണദാസിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വിമർശനം. ഡിവിഷൻ വിഭജനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് സൂചനാ സമരമാണ്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കും. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ഓണക്കാലത്ത് മാവേലിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചു വരേണ്ടത് എങ്കിൽ കേന്ദ്ര സർക്കാർ സത്യത്തിൽ ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് വാമനന്റെ രൂപത്തിലാണ്. കേരളത്തിന് ചവിട്ടിത്താഴ്ത്തുന്നതിന് വേണ്ടി, കേരളത്തിന്റെ വികസന പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേന്ദ്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിയാൻ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമ്മേളനത്തിന് ഇടയിൽ ഇത്തരത്തിൽ കിരാതമായ അന്യായമായ ഒരു തീരുമാനമെടുത്താൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ദേശീയ തലത്തിൽ അതിന് പ്രാധാന്യമുണ്ടാകും, പിന്തുണ വർദ്ധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ കൊടുംചതി കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. ഇതിൽ യാതൊരു ന്യായീകരണവുമില്ല.
ഇ.ടി. മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷത വഹിച്ചു. UDF എംപിമാർക്ക് പുറമെ ജില്ലയിലെ മന്ത്രിമാർ, MLA മാർ, തദ്ദേശ ജനപ്രതിനിധികൾ, DCC, UDF ഭാരവാഹികളും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരുന്നു റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. കേരളത്തിൻ്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്രയാണ് ഓണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നതാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നതാണ് ഓണത്തിന്റെ സന്ദേശം. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണപ്പൊലിമയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചിങ്ങമെന്ന് കർഷക ദിനമായി ആചരിക്കുന്നത് മുതൽ കാർഷിക സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും നാളുകളിലേക്കാണ് മലയാളി കടക്കുന്നത്. കേരളത്തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത നാടൻ കലാരൂപങ്ങളെ ഇത്തരം ആഘോഷങ്ങൾ വഴി സജീവമായി നിലനിർത്തുവാനും പുതുതലമുറയ്ക്ക് മുൻപിൽ എത്തിക്കാനും ഇത്തരം പരിപാടികൾ മുഖേന സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിദ്വേഷം പകർത്താനും അതുപോലെ തന്നെ മനുഷ്യരിൽ സ്വാർത്ഥതയൊക്കെ കൂടുതൽ കുടിക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഓണത്തിന്റെ സന്ദേശം ഇതിനൊക്കെ എതിരെ നമ്മുടെ ഒരു മാനവിക ഐക്യം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒന്നാണ്. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, DTPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് പഞ്ചവാദ്യത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് കന്യാർകളി, പൊറാട്ടുകളി, സിനിമാ താരം കൃഷ്ണപ്രഭയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തപരിപാടി എന്നിവ അരങ്ങേറി. ഓഗസ്റ്റ് 28 വരെ രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പുറകെ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓണാഘോഷം നടക്കുന്നത്. ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ രാപ്പാടി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 ദേവാശ്രയം ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ, 6 രാമൻ സ്മാരക തിറാപൂതൻ കളി സംഘം അവതരിപ്പിക്കുന്ന തിറയും പൂതനും, 6:30 വിപിൻ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത്, രാത്രി 7:30 SS മ്യൂസിക് ബാൻഡ് പാലക്കാട് അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ വൈകിട്ട് 6 അനിൽ ഏകലവ്യ ആലുവ അവതരിപ്പിക്കുന്ന ഗസൽ, രാത്രി 8 മിന്ത്യ ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് എന്നിവ നടക്കും. ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിൽ വൈകിട്ട് 5 സപ്തസ്വരം ഓർക്കസ്ട്രയുടെ മെലോഡിയസ് ഇറ്റ്സ്, 6:30 സിനിമാ പിന്നണി ഗായകൻ പ്രണവും ശശിയും സംഘവും അവതരിപ്പിക്കുന്ന നാട്ടു ഈണങ്ങൾ എന്നിവ അരങ്ങേറും. പോത്തുണ്ടി ഉദ്യാനത്തിൽ വൈകിട്ട് 4:30 വിപിൻസ് നാട്യാലയുടെ നാട്യധുനി, 5:30 സാരംഗ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിലുള്ള ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി K. തുളസി പറഞ്ഞു. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മികച്ച ഗുണമേന്മയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. രാപ്പാടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റവും നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യമായി തന്നെ നടപ്പാക്കിയതായി വിശിഷ്ടാതിഥിയായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K. തുളസി പറഞ്ഞു. സിവിൽ സപ്ലൈസ്, സഹകരണം, കൃഷി തുടങ്ങിയ വകുപ്പുകൾ സംയോജിതമായി ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിലും മികച്ച ഗുണമേന്മയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിൽ എല്ലാവരും, പൊതുജനങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണത്തെ ആഘോഷിക്കുന്നുണ്ട്. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, DTPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തകർന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണനാളിൽ BJPയുടെ പ്രതിഷേധം. പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിലെ 4-5 വാർഡുകൾ കൂടിച്ചേരുന്ന കിഴക്കേത്തറ മുതൽ
മൂഴിക്കുളം വരെയുള്ള റോഡാണ് ഏറെക്കാലമായി തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. കാൽനട പോലും ദുഷ്കരമായി തീർന്ന റോഡിലെ കുഴികളിൽപ്പെട്ട് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന നിത്യസംഭവമാണെന്നും BJP ആരോപിക്കുന്നു. പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിലെ 4ഉം 5ഉം വാർഡുകൾ കൂടിച്ചേരുന്ന കിഴക്കേത്തറ മുതൽ മൂളിക്കുളം വരെയുള്ള റോഡാണ് ഏറെക്കാലമായി തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നത്. കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡിലെ കുഴികളിൽപ്പെട്ട് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ്. റോഡ് ഗതാഗത യോഗ്യമല്ലാതായ കാലം മുതൽ അധികൃതർക്ക് നിരവധി നിവേദനം നൽകുകയും പ്രതിഷേധ സമരങ്ങൾ ചെയ്തിട്ടും ഫലമില്ലാതെ വന്നതിനെ തുടർന്നാണ് BJP തിരുവോണനാളിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധ സമരം BJP മരുത റോഡ് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ദുരവസ്ഥ തന്നെയാണ് ഈ റോഡ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് മരണയാത്രയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് LDFും ഒരു വശത്ത് UDFും, രണ്ട് ജനപ്രതിനിധികളും തമ്മിലുള്ള രാഷ്ട്രീയ പോരാണ് ഈ റോഡിന് ഇടവരുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം നിങ്ങളുടെ രാഷ്ട്രീയ പോര് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കൃത്യമായി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട യാത്ര ചെയ്യാനുള്ള റോഡുകളും കൃത്യമായി നടപ്പിലാക്കി കൊടുക്കണമെന്നുമാണ് ഈ 4ാം വാർഡ് മെമ്പറോടും 5ാം വാർഡ് മെമ്പറോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനറൽ സെക്രട്ടറി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി കാളിക്കാവിലെ റെയിൽവേ മേൽപ്പാലം പണിക്കായി റോഡ് അടച്ചിട്ടതിനാൽ യാത്രാക്ലേശത്തിൽ വലഞ്ഞ ജനങ്ങൾ വട്ടം കറങ്ങുന്നതായി പരാതി. റോഡ് അടച്ചിട്ടതിനാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ 15 കിലോമീറ്ററോളം അധിക ദൂരം യാത്ര ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡ് അടച്ചിട്ടതിനാൽ കോട്ടായി ഭാഗത്തു നിന്നും മങ്കര പത്രിപ്പാല പ്രദേശങ്ങളിലെത്താൻ ഓടന്നൂർ പറളി വഴി താണ്ടണം. കാളിക്കാവ് വഴിയുള്ള യാത്രയേക്കാൾ 15 കിലോമീറ്റർ അധിക ദൂരം യാത്ര ചെയ്യണം. കാളിക്കാവ് റോഡ് അടച്ചിട്ടതിനാൽ ഇതുവഴിയുള്ള സകല വാഹനങ്ങളും ശാസ്ത്രാപുരം ഓടന്നൂർ പറളി വഴിയാണ് പോകുന്നത്. ഈ വഴി ഗതാഗത പ്രശ്നം അതിരൂക്ഷമായിട്ടുണ്ട്. ഓടന്നൂർ പറളി റോഡാണെങ്കിൽ പൈപ്പിടാൻ ചാലുകീറിയ കാരണം റോഡിന്റെ വശവും തകർന്ന് കുണ്ടും കുഴിയുമായി ഗതാഗതത്തിന് ഭീഷണിയുമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംഭരിച്ച നെല്ലിന്റെ വില 6 മാസമായിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ വീടുകളിൽ കയറി ഭിക്ഷയാചിച്ച് സമരവുമായി കർഷകർ. കേരളശ്ശേരി കിഴക്കുംമുറി പഴങ്കോട്ട് പാടശേഖരത്തിലെ കർഷകരാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത്. തിരുവോണനാളിൽ വീടുകൾ കയറി ഭിക്ഷയാചിച്ചുകൊണ്ടാണ് കർഷകർ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തിയത്. കേരളശ്ശേരി കിഴക്കുമുറി പഴങ്കോട്ട് പാടശേഖരത്തിലെ കർഷകരാണ് ഈ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയത്. പഞ്ചായത്ത് അംഗം MP ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് വാർഡിലെ മുഴുവൻ വീടുകളിലും കർഷകർ എത്തിയത്. ഭിക്ഷാടന സമരം MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. 1ാം വിള ഇറക്കേണ്ട സമയമായിട്ടും നെല്ല് വിറ്റ വകയിലുള്ള തുക ലഭിക്കാത്തത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ 2ാം വിള നെല്ല് സംഭരണത്തിന്റെ വിലയും കിട്ടിയിട്ടില്ല. ഒപ്പം തന്നെ 2ാം വിളയ്ക്കുള്ള ഉഴവ് കൂലിയും സബ്സിഡിയും രാസവള സബ്സിഡി അടക്കം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കർഷകര് ഇന്ന് എല്ലാ വീടുകളിലും കലമെടുത്ത് ഭിക്ഷാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്നത്. ഇനിയും കൃഷിക്കാരെ വഞ്ചിക്കുന്ന ഈ നിലപാട് തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ പോവും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. സമരത്തിന് VC കാളിദാസൻ, R നന്ദകുമാർ, MP ഹരിദാസ്, M ദേവദാസ്, ബാലൻ ആലമ്പാറ, YN മുരുകൻ, CC ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കരയിൽ ചായക്കടയിലേക്ക് ലോറി ഇടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം. പഴയന്നൂർ പാറക്കുളം കാഞ്ഞിരംകുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള ഷമീറും പാലക്കാട് മണ്ണാർക്കാട് പാലക്കായം മഠത്തിൽ പറമ്പിൽ 45 വയസ്സുള്ള ജോസഫുമാണ് മരിച്ചത്. പഴയന്നൂർ പാറക്കുളം കാഞ്ഞിരംകുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള ഷമീർ, പാലക്കാട് മണ്ണാർക്കാട് പാലക്കയം മഠത്തിൽ പറമ്പിൽ വീട്ടിൽ ദേവസിയുടെ മകൻ 45 വയസ്സുള്ള ജോസഫ് എന്നിവരാണ് മരിച്ചത്. അപകട സമയത്ത് കടയിലുണ്ടായിരുന്ന കടയുടമ നെയ്ത്തുകുളങ്ങര വീട്ടിൽ ശശിധരൻ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചേലക്കോട് സെന്ററിന് സമീപമുള്ള വളവിൽ വെച്ചാണ് മിൽമ പാൽ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ശശിധരന്റെ ചായക്കടയിലേക്ക് പാഞ്ഞുകയറിയത്. ടാങ്കർ ലോറി ഡ്രൈവറായ ജോസഫ് റോഡരികിൽ ലോറി നിർത്തി ചായ കുടിക്കാൻ കടയിലെത്തിയതായിരുന്നു. ഇതേസമയം ചേലക്കര ഭാഗത്തുനിന്ന് സ്കൂട്ടറിൽ പഴയന്നൂരിലേക്ക് വരികയായിരുന്ന ഷമീറും കടയിൽ കയറിയിരുന്നു. ഇതിനിടയിലാണ് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ദുരന്തം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ഷമീറിനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും
ജോസഫിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിരവധി അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ പ്രദേശത്ത് തിരുവോണനാളിൽ നടന്ന ദാരുണ സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശമംഗലത്ത് വൈദ്യുതാഘാതമേറ്റ് മരിച്ച ആസാം ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി. ആസാം നാഗോൺ സ്വദേശികളായ ഷെഫീബുൽ, ഭാര്യ റുക്സിന എന്നിവരാണ് കഴിഞ്ഞ ഞായറാഴ്ച ദേശമംഗലത്തെ കോഴിഫാമിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ആസാം നാഗോൺ സ്വദേശികളായ 26 വയസ്സുള്ള ഷെഫീഖുൽ, ഭാര്യ 23 വയസ്സുള്ള റുക്സാന എന്നിവരാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കോഴിഫാമിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. ഇരുമ്പകശ്ശേരി പള്ളത്തി വീട്ടിൽ അഷറഫിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിഫാമിലെ ജീവനക്കാരായിരുന്നു ഇവർ. ഞായറാഴ്ച രാവിലെ താമസ സ്ഥലത്തു നിന്ന് സമീപത്തുള്ള ഫാമിലേക്ക് ജോലിക്ക് പോയപ്പോഴായിരുന്നു ദാരുണമായ അപകടം നടന്നത്. വിവരമറിഞ്ഞ് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തുടർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഷെഫീഖുലിന്റെ മൃതദേഹം പിതാവിനോടൊപ്പം വിമാനത്തിലാണ് ആസാമിലേക്ക് കയറ്റിവിട്ടത്. കരളലിയിക്കുന്ന കാഴ്ചയായി മാതാപിതാക്കളുടെ വിയോഗം. 3ഉം 7ഉം വയസ്സ് മാത്രം പ്രായമുള്ള സാദിയ, സുഹന എന്നീ 2 പെൺകുട്ടികളാണ് മാതാപിതാക്കളുടെ അപ്രതീക്ഷിത വിയോഗത്തോടെ അനാഥരായത്. സംഭവ ദിവസം കുട്ടികളെ വീട്ടിൽ ആക്കിയിട്ടാണ് ദമ്പതികൾ ഫാമിലേക്ക് പോയത്. അതിനാൽ കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. 2 ചെറിയ പെൺകുട്ടികൾക്ക് തിരിച്ചറിയൽ കാർഡോ മറ്റു രേഖകളോ ഇല്ലാത്തതിനാൽ വിമാനത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. തുടർന്നാണ് ഇവരെ ട്രെയിൻ മാർഗം ബന്ധുക്കളോടൊപ്പം നാട്ടിലേക്ക് അയച്ചത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PI ഷാനവാസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുസ്തഫ തലശ്ശേരി, ഫാം ഉടമയും നാട്ടുകാരും ചേർന്നാണ് കുട്ടികളുടെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൊഴിലാളികൾക്കൊപ്പം നിർധനരായ കുടുംബങ്ങൾക്കും ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി മാതൃകയാണ് പാലക്കാട് യാക്കരയിലെ ഒരു തട്ടുകടക്കാരൻ. പാലക്കാട് യാക്കര പാലത്തിന് സമീപത്തെ പാതയോരത്ത് തട്ടുകട നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ രാജേട്ടനാണ് സന്മനസ്സിന് ഉടമയായിട്ടുള്ളത്. നിർധനരായ വിശന്നു വരുന്നവർക്ക് 1 രൂപ പോലും വാങ്ങാതെയാണ് ഇദ്ദേഹം ഭക്ഷണം നൽകാറുള്ളത്. നിർധനരായ വിശന്നു വരുന്നവർക്ക് 1 രൂപ പോലും വാങ്ങിക്കാതെ ഭക്ഷണം നൽകാറുണ്ട്. തട്ടുകടയിലെ വനിതാ തൊഴിലാളികളെ ചേർത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ നിർധനരായ അമ്മമാരെ കണ്ടെത്തി അവർക്ക് കൂടി ഓണക്കോടികളും ഓണക്കിറ്റുകളും വിതരണം ചെയ്താണ് ഇത്തവണ രാജേട്ടന്റെ ഓണാഘോഷം. കൂടാതെ അഗതി അനാഥാലയ കേന്ദ്രങ്ങൾക്കും ഭക്ഷണം കൊടുത്തും കൈയഴിച്ച് സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് യാക്കരയിലെ തട്ടുകട നടത്തുന്ന രാജൻ. ചെറിയ ഓലപ്പുരയിലാണ് തട്ടുകട. ജീവകാരുണ്യ പ്രവർത്തനം കൂടിയായതിനാൽ രാജേന്ദ്രന്റെ തട്ടുകടയിൽ എത്താത്ത ഒരാളെയും കാണില്ല. ചുരുങ്ങിയ വിലയിൽ ഭക്ഷണം നൽകാറുണ്ട്. സിനിമാ മേഖലയിലുള്ളവരും ജനപ്രതിനിധികളും മന്ത്രിമാരടക്കം ഇവിടുത്തെ സ്വാദറിഞ്ഞു പോകുന്നുണ്ട്. കടുത്ത വേനലിൽ ഓലഷെഡിന് മുകളിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ച് രാജേന്ദ്രൻ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഓണാഘോഷവും ഓണക്കോടി വിതരണവും NCP ജില്ലാ സെക്രട്ടറിയും മണ്ണൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ SN നജീബ് ഉദ്ഘാടനം ചെയ്തു. രാജേട്ടൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹം ഇന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ കാണുന്ന ചേച്ചിമാരുടെ സമീപമായിട്ടുള്ള ആ ഒരു നിലനിൽക്കാണ് അദ്ദേഹം ഇന്നും നിലനിൽക്കുന്നത്. എൻ്റെ അറിവിൽ ആരോടും പറയാതെ തന്നെ എൻ്റെ അറിവിൽ രാജേട്ടൻ ചെയ്യുന്ന ഒറ്റണവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും അത് ആ രീതിയിൽ ചെയ്ത് ഇന്നും കൃത്യമായി പോകുന്നു. ദൈവത്തിൻ്റെ കടാക്ഷത്താൽ അദ്ദേഹം ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായി. അത് വളരെ സന്തോഷത്തോടെ ഈ ഹോട്ടലിൽ അത്യാവശ്യം സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടന്മാർ ഉൾപ്പെടെ രാഷ്ട്രീയ മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഇവിടേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുള്ള ജീവകാരുണ്യ പ്രവർത്തകൻ മണ്ണൂർ കുന്നത്ത് അശോകൻ, മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി പത്തിരിപ്പാല എന്നിവർ സംസാരിച്ചു. SAN നജീബ്, അശോകൻ എന്നിവർ ഓണക്കൊടിയും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. രാജൻ നന്ദി പറഞ്ഞു. നമ്മൾ ഒരു ടേബിൾ വെച്ച് ഒരു കട തുടങ്ങിയത്. ഞാൻ തന്നെയായിരുന്നു മുതലാളി, ഞാൻ തന്നെയായിരുന്നു കുക്ക്, ഞാൻ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യും. ഇന്ന് ഇവരിൻ്റെ എല്ലാം സഹകരണത്തോടെ ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ, പിന്നെ ഇവരിൻ്റെ ഒക്കെ സഹകരണം. എന്തൊക്കെ നമ്മൾ ചെയ്തു ഇതുവരെ? നിർധനരായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ടോ? നമ്മൾ അത്യാവശ്യം ചില അനാഥാലയങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, അവർക്ക് വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത് ചെറിയ ലെവലിൽ ഞാൻ ചെയ്യാറുണ്ട്. ഇനിയും ദൈവം അത് കൊടുക്കാൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി കീഴത്തൂർ ഹിദായുത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. മഹല്ല് ഖത്തീബ് കുഞ്ഞു മുഹമ്മദ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹല്ലത്തിൽ, നമ്മുടെ മദ്രസയുടെ കീഴിൽ ഇത്തരത്തിലൊരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്
നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ്. അതോടൊപ്പം അവരോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളും കൂടെയാണ്. അവരോടൊപ്പം നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ കൈത്താങ്ങായി പ്രവർത്തിക്കുമ്പോൾ സുന്ദരമായ ഒരു മഹല്ലിന്റെ ചുറ്റുപിടി നമുക്ക് സാധിക്കും. മഹല്ല് പ്രസിഡന്റ് KM യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. KM മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും ട്രഷറർ KM അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആനുമോദിച്ചു. അഷ്റഫ് ദാരമി പ്രാർത്ഥന നടത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെയും മുണ്ടായ സെക്കൻഡ് യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുതിർന്ന സഹോദരിമാർക്ക് ഓണക്കോടി നൽകി ആദരിച്ചു. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ആന്തൂർക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. 25ാം വാർഡ് കൗൺസിലർ T ലത ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് C സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് MK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മേഖലാ ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ് ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി മണ്ണൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ പാലിയേറ്റ് കുടുംബാംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത് ഏകദേശം 116 രാജ്യത്ത് മലയാളികളുണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്നു. അല്ലേ? ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരു LDSന്റെ കോളേജിലാണ്. LDS കോളേജിലെ കുട്ടികൾ വളരെ ഗംഭീരമായി നാടൻ പാട്ടും അതുപോലെ തന്നെ ശിങ്കാരിമാർക്കോടൊപ്പം തുള്ളി കളിക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, എല്ലാ വിഭാഗം ജനങ്ങളും, കേരളത്തിലെ ജനങ്ങൾ, അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ കേരളത്തിലെ ദേശീയ ഉത്സവം എന്നുള്ള എനിക്ക് ഓണം ആഘോഷിക്കുന്നു. വൈസ് പ്രസിഡന്റ് K ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ SJN നജീബ്, മെഡിക്കൽ ഓഫീസർ ലസിത, ബ്ലോക്ക് അംഗം MK മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൂർജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കൃപേഷ് കുമാർ, സൗമ്യ, ഹുസൈൻ ഷഫീഖ്, നസീമ റിയാസ്, ജീവകാരുണ്യ പ്രവർത്തകൻ അശോകൻ കുന്നത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് രജിത നന്ദിയും പറഞ്ഞു. 130 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവോണത്തെ വരവേറ്റ നാട്, നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഏവർക്കും STVയുടെ തിരുവോണാശംസകൾ. കേരളത്തെ ചവിട്ടിത്താഴ്ത്താൻ വന്ന വാമനന്റെ രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് KPCC പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ്. കേരള സർക്കാരും MP-മാരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ നടത്തിയ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം രാഷ്ട്രീയ പാപ്പരത്വവും ഒളിച്ചോട്ടവുമാണെന്നും സണ്ണി ജോസഫ്. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് BJPയിലെ ചിലർ വിരുദ്ധാഭിപ്രായം പറയുന്നത് ഖേദകരമെന്നും KPCC അധ്യക്ഷൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF MP-മാരുടെ സത്യാഗ്രഹ സമരം പാലക്കാട്ട്. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രശസ്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്രയാണ് ഓണമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നത് ഓണമാണെന്നും മന്ത്രി. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മന്ത്രി KA തുളസി. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മികച്ച ഗുണമേന്മയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനായി എന്നും മന്ത്രി. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. തകർന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണനാളിൽ BJPയുടെ പ്രതിഷേധം. പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിലെ 4ഉം 5ഉം വാർഡുകൾ കൂടിച്ചേരുന്ന കിഴക്കേത്തറ മുതൽ മുളിക്കുളം വരെയുള്ള റോഡാണ് ഏറെക്കാലമായി തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായത്. കാൽനട പോലും ദുഷ്കരമായ റോഡിൽ കുഴികളിൽ അകപ്പെട്ട ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമെന്ന് BJP. കോട്ടായി കാളിക്കാവിലെ റെയിൽവേ മേൽപ്പാലം പണിക്കായി റോഡ് അടച്ചിട്ടത് യാത്രാക്ലേശത്തിൽ വലഞ്ഞ് ജനം. സംഭരിച്ച നെല്ലിന്റെ വില 6 മാസമായിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരളശ്ശേരിയിൽ തിരുവോണനാളിൽ വീടുകളിൽ കയറി ഭിക്ഷയാചിച്ച കർഷകരുടെ വേറിട്ട പ്രതിഷേധം. ചേലക്കരയിൽ ചായക്കടയിലേക്ക് ലോറി ഇടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് പഴയന്നൂർ പാറക്കുളം കാഞ്ഞിരംകുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള ഷമീറും പാലക്കാട് മണ്ണാർക്കാട് പാലക്കായം മഠത്തിൽ പറമ്പിൽ 45 വയസ്സുള്ള ജോസഫും. ദേശമംഗലത്ത് വൈദ്യുത ആഘാതമേറ്റ് മരിച്ച ആസാം ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക്.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.